പിഞ്ചി എടുക്കണം, നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ചകിരി പിഞ്ചി എടുത്തിട്ട് ഇത് പോരാ ഇച്ചിരി നല്ല ബോൾ പോലെ ആക്കിയിട്ട് എടുത്തിട്ട് വെക്കണം. ഓക്കെ, എന്നിട്ട് തീ കൊടുത്ത് ഇങ്ങനെ നന്നായിട്ട് പമ്പ് ചെയ്യണം. 30 മിനിറ്റ് അവിടെ വന്നു കഴിയുമ്പോൾ ഇത് അടയ്ക്കണം. ഇത് അടയ്ക്കുന്നത് ഈ സാധനം ഇവിടെ ഒരു ജോയിന്റ് കണ്ടോ, ഇവിടെ ഒരു ജോയിന്റ് കണ്ടോ, ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട്. ഇതിലോട്ട് ഇങ്ങനെ വേണം വെക്കാൻ. ഇങ്ങനെ അതൊരു അടപ്പ് തുറന്നു വരുന്ന പോലെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെയാണ് അടയ്ക്കാൻ. അല്ലാതെ മേളിൽ ഇട്ട് ഇങ്ങനെ കുത്തി കയറിയിട്ട് കാര്യമില്ല, കയറത്തില്ല. ഈ ജോയിന്റിന്റെ രണ്ടും നേരെ വരണം. ഇങ്ങനെ അടയ്ക്കാം. ആദ്യം നിങ്ങൾ സ്മോക്കർ കത്തിക്കണം. കത്തിച്ച് അങ്ങനെ പെട്ടി എടുത്തില്ല ഒന്ന് പുകയ്ക്കുക, പുക കൊടുക്കുക. അതിനുശേഷം ഈ പെട്ടിയുടെ അടപ്പ് എങ്ങനെ തുറക്കുന്നേ? ഇങ്ങനെ കോർണർ ടു കോർണർ തുറക്കണം. ഇപ്പൊ നമ്മൾ ഇന്നലെയൊക്കെ ഓപ്പൺ ചെയ്ത പെട്ടി ആയതുകൊണ്ടാണ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. എടുത്തിട്ട് എന്താ ചെയ്യണ്ടേ? ഇതിനകത്ത് ഈച്ച ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, നോക്കിയിട്ട് ഇപ്പം ഈച്ച ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെ പെട്ടി വെച്ച് ശീലിച്ചാൽ മതി. അപ്പം ഇത് എടുക്കുന്നതിന് മുൻപ് ഈ അടപ്പെടുത്ത് വെക്കാനുള്ളൊരു സ്ഥലം സജ്ജീകരിച്ച് വെച്ചോണം. അടുത്ത പെട്ടിയാണെങ്കിൽ അടുത്ത പെട്ടിയുടെ മുകളിൽ ഷീറ്റ് ഉണ്ടെങ്കിൽ ഷീറ്റ് എടുത്ത് മാറ്റിയിട്ട് ഇതെടുത്ത് ഇങ്ങനെ വെക്കുക, കോർണർ ടു കോർണർ. ഓക്കെ, അതിനുശേഷം വീണ്ടും ഈ രീതിയിൽ പുകയടിക്കണം. മനസ്സിലായോ? ഈ രീതിയിൽ പുകയടിച്ച് ഒന്ന് ഈച്ച കാമാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. മിക്കവാറും പെട്ടിയിൽ ആളതേ കാണത്തുള്ളൂ. ഏതെങ്കിലും പെട്ടിയിൽ എക്സ്ട്രാ ഇങ്ങനെ പണിതിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പം ശേഷം നമുക്ക് ഈ അട എടുത്ത് പരിശോധിക്കണം. അപ്പം ഏത് സൈഡിലാണ് നിൽക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. ഏത് സൈഡിലാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്? ഈ സൈഡിൽ. ഏത് സൈഡിലാണോ ഗ്യാപ്പ് കിടക്കുന്നത് ആ സൈഡിൽ നിന്ന്. നിങ്ങൾക്ക് ഫ്രെയിം ഹോൾഡർ ഒന്നും ഓർമ്മ ഫ്രെയിം ഹോൾഡർ നിങ്ങൾക്കുണ്ട്. ഫ്രെയിം ഹോൾഡർ നിങ്ങൾ ആ സൈഡിൽ ഫിറ്റ് ചെയ്യണം. ആദ്യം ഫിറ്റ് ചെയ്ത് നോക്കണം. അപ്പം ഇതിന് ഉണ്ട് ഈ ഒരു ഫ്രെയിം ഹോൾഡർ ഞാൻ കയറ്റാൻ നോക്കിയപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യണം, ഒടിക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്താൽ അവിടെ കയറും. മനസ്സിലായോ? അതുപോലെ നമ്മൾ ഇതൊക്കെ ആദ്യം ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് ഫ്രെയിം ഹോൾഡറൊക്കെ പുതിയതാണ്. അപ്പോൾ നമ്മൾ ചെറിയ മെഷർമെൻറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പം ഒരെണ്ണം എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കണം. അതിനുശേഷം നമ്മൾ ഫ്രെയിം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഫ്രെയിം എടുക്കുന്നത്? 3 ഫിംഗറുണ്ട്. അപ്പോൾ നിങ്ങൾ 5 പേരുണ്ട്. ഒരാൾ നിങ്ങൾ ഈ സ്മോക്കിങ്ങിന് യൂസ് ചെയ്തോളൂ. അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കരുത്. ചെറിയ സ്മോക്ക് കൊടുത്താൽ അതിൻ്റെ വശങ്ങളിൽ എവിടെയെങ്കിലും സ്മോക്ക് കിട്ടിയാൽ മതി. മനസ്സിലായോ? ചെറിയ സ്മോക്ക് കൊടുക്കുക. അതിനകത്ത് അടിച്ച് കയറ്റി ഈച്ച ഇങ്ങനെ ഇളകി പറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരാൾ ഇപ്പോഴേ കരയുക. ഓക്കെ, അപ്പോൾ ചെറുതായിട്ട് സ്മോക്ക് കൊടുത്തെടുക്കണം. നമ്മൾ ഈ 3 ഫിംഗേഴ്സ് വെച്ച് വേണം എടുക്കാൻ. ശേഷം നമ്മൾ മിഡിൽ ഫിംഗർ നമ്മുടെ ഈ ഫ്രെയിമിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഫിംഗർ കൊണ്ട് നമ്മൾ ഒരു സൈഡ് നീക്കണം. ഇത് നിങ്ങൾ പ്രത്യേകം ഫോളോ ചെയ്തോണം. നിരക്കി നീക്കിയിട്ട് ഈശയുടെ കുത്തു വാങ്ങിക്കരുത്. നമ്മൾ പൊക്കിയെടുത്ത് ഇങ്ങനെ നീക്കണം. കണ്ടോ? നീക്കി അവിടെ വെക്കുക ആദ്യം. ഓക്കെ, അതിനുശേഷം വളരെ സ്ലോലി ഈ ഒരു സ്പീഡേ ആകാവും. ഈ ഒരു സ്പീഡ് മതി, അതിൽ കൂടുതൽ വേണ്ട. ഈ ഒരു സ്പീഡിൽ എടുക്കണം. ഈച്ച ശാന്തമായിട്ടിരിക്കുന്നുണ്ടോ? കണ്ടോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? ഇന്നത്തെ ക്ലാസ് തുടങ്ങിയത് എവിടെയൊക്കെയായിരുന്നു? ഇവനെ കണ്ടു തുടങ്ങി അല്ലേ? എവിടെ ഈച്ച കൂടുതലായിട്ടുണ്ടെങ്കിലും അതിനകത്ത് റാണി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതാണ്. റാണി അതിനകത്തില്ല. എവിടെ ഈച്ച ഗ്രൂപ്പായിട്ടിരിക്കുന്ന കണ്ടാലും നമ്മളിങ്ങനെ ചുമ്മാ എവിടെയും വെക്കുവാണെങ്കിൽ റാണി ഉണ്ടോ എന്ന് നോക്കിയിട്ടേ വെക്കാവും. ഓക്കെ, അത് നമുക്ക് ഇന്ന് നമ്മൾ റാണിയെ പറ്റി പഠിച്ചു. വർക്കർ ബീസ്, ഡ്രോൺസ്, പിന്നെ അതിൻ്റെ മുട്ടകൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ കാണാൻ പോവാണ്. ഇവിടെ തൊട്ട് ഇങ്ങോട്ടൊരു ഗ്രൂപ്പ്, മിഡിലൊരു ഗ്രൂപ്പ്, ഇവിടെ തൊട്ട് ഇങ്ങോട്ടൊരു ഗ്രൂപ്പ്, അങ്ങനെ നിൽക്കണേ. ഇവിടെ തൊട്ട് ഇങ്ങോട്ടുള്ളത് പഴയ ഗ്രൂപ്പിന്റെ കാര്യമല്ല, ഇപ്പൊ തൽക്കാലം നിൽക്കാൻ.
നമ്മൾ ഈ ഒറ്റ നോട്ടത്തിൽ കാണുന്ന എല്ലാം വർക്കർ പീസാണ്. ഈ കാണുന്ന എല്ലാം ഒറ്റ നോട്ടത്തിൽ കാണുന്ന എല്ലാം വർക്കർ പീസാണ്. ഇതിനകത്ത് കളർ ഉണ്ടോ ഒരു വ്യത്യസ്തം? പിന്നെ ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ബ്ലാക്കിയാണ്, അതിന്റെ ലൈൻസ് ഇല്ല അല്ലേ? ഇതാണ് ഡ്രോൺ ആണീച്ച. അപ്പൊ ഇത് ഇവിടെ കണ്ടത് ആണീച്ചയാണ്. അങ്ങനെ എണ്ണാൻ പറ്റുന്ന പോലെ കാണത്തുള്ളൂ, വിരള എണ്ണാൻ പറ്റുന്ന പോലെ നല്ല കോളുകളിൽ കാണത്തുള്ളൂ. പെയിന്റിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ പെട്ടെന്ന് കാണാൻ പറ്റും. അങ്ങനെ അവിടെ ഇവിടുന്നുണ്ട്. ഇതായിരിക്കും ഒന്ന്. ഇതിന്റെ പിൻഭാഗം കറുത്ത് കരിവണ്ട് പോലിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ കാണുന്ന എല്ലാം വർക്കർ പീസാണ്. എല്ലാരും കാണുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഈ കറുത്തിരിക്കുന്ന ഒരാളെ കണ്ടോ? അത് ആണീച്ചയാണ്.